ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ ആയില്ലേ, വലിയ വീഡിയോ ഒക്കെ വന്നിട്ട് കുറേ ആയിട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ യാത്ര ഇന്നത്തെ എൻ്റെ യാത്രയാണ്, അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. ചിങ്ങമാസം 1-ാം തീയതി തുമ്പക്കൂട്ടുമല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്ക് രാവിലെ നേരത്തെ എത്തേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ വന്നപ്പോൾ നേരം വൈകിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് അങ്ങനെ ഞാൻ വിളിച്ച് നോക്കുമ്പോൾ നമ്മൾ ബൈക്കൊന്നും എടുക്കാൻ അറിയാത്തത് കൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ച് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് നോക്കുമ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അവിടേക്ക് കയറാൻ പാടാണ് ചേച്ചി, അവിടേക്ക് കയറില്ല, വലിയ വണ്ടിയൊന്നും കയറത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് നിന്നു. പിന്നെ എന്തായാലും 1-ാം തീയതി അല്ലേ, അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകാൻ ഞാനൊരു സമാധാനമില്ല. അങ്ങനെ ഞാൻ തൃക്കടവണ്ണ ക്ഷേത്രത്തിൽ പോയി, ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത്തൊക്കെ കഴിഞ്ഞ് തിരുവമ്പാടി എത്തിയപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സതി. അപ്പോൾ അവൾ എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു നീ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിനക്ക് എൻ്റെ 2 ആൾക്കാരെ തരാം. അപ്പോൾ ഈ ചേച്ചിമാർ അങ്ങോട്ട് ഉള്ള ബസ് കാത്ത് പുന്നയ്ക്കൽ കൂടിയൊക്കെ വരണം കേട്ടോ ബസ്സിനാണെങ്കിൽ. അപ്പോൾ അവരെ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ 3 ആളും കൂടി അവിടെ നിന്നൊരു ഓട്ടോറിക്ഷ വിളിച്ചു. ഒരു പിന്നെ സാധാ ഓട്ടോറിക്ഷ കേട്ടോ. ആ മുമ്പിന്നെ ഞങ്ങൾ പകുതി വരെ എങ്ങനെയോ എത്തിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പറഞ്ഞു. ഞങ്ങൾ 3 ആളും താഴത്ത് ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോറിക്ഷ മുകളിലേക്ക് വന്നു, അവിടെ നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മുകളിലെത്തി. എന്തായാലും കണ്ണൻ്റെ അടുത്ത് എത്തി. എന്തായാലും എനിക്ക് ഞാൻ അവിടെ നിന്ന് പിന്നെ ആനകൂട്ടിൻ്റെ ഒരു വഴിപാടുണ്ട്, അവിടെ ആനകൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ ആദ്യമായിട്ടാണ് ഇത് ആനകൂട്ടൊക്കെ കാണുന്നത്, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. അതൊരു സങ്കടമുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ കാരണം കൊണ്ട് നേരം വൈകിപ്പോയി. 10 മണി 10:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആൾ കുറവായതുകൊണ്ടാണ് അത് വേഗം നിർത്തിയെന്ന് പറഞ്ഞേ. 6 മണിക്ക് അങ്ങാണ്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പം 4 മണിക്കൂറൊക്കെ ആയില്ല. അപ്പോൾ അതുകൊണ്ട് നേരം വൈകിയതുകൊണ്ട് ആൾ കുറവായതുകൊണ്ട് വേഗം കഴിഞ്ഞാന്ന് പറഞ്ഞു. ഇതാ കണ്ടില്ലേ, ആനകൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വയറ് നിറച്ചിറങ്ങി വരുന്ന കണ്ടില്ലേ ഒരാൾ. എന്താ നോക്കിയാൽ നടത്താൻ എന്തൊരു ഭംഗിയാല്ലേ, ആ മുഖം നോക്കി എന്തൊരു ഐശ്വര്യമുണ്ട്. കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദര കുട്ടപ്പനാണോ അതോ സുന്ദരിയാണോ എന്നറിയില്ല. എന്തായാലും നോക്കിക്കേ, കണ്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ആനക്കുട്ടനെയൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും എൻ്റെ ഒപ്പം 2 ചേച്ചിമാരുണ്ടായിരുന്നു. ആ ചേച്ചിമാരും കൂടിയിട്ട് ഞങ്ങൾ പിന്നെ ഒരു ചേച്ചി പിന്നെ അവർ അവിടെ തന്നെ ഉള്ളതായിരുന്നു. അപ്പോൾ ആ ചേച്ചി പിന്നെ വേറെ എവിടേക്ക് പോയി. ഞാനും വേറെ ചേച്ചിയും കൂടി ഞങ്ങൾ പിന്നെ ഒന്നിച്ച് അമ്പലത്തിലേക്ക് മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ഇവരെയൊക്കെ കണ്ടു. അപ്പോൾ അവരെ കണ്ടപ്പം ഒരു സന്തോഷം, ഫോട്ടോ ഒക്കെ എടുത്തതെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മുകളിൽ ചെന്ന് നോക്കുമ്പം അവിടെ പിന്നെ എന്തായാലും ആനൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ, നട തുറന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണനെ കണ്ടു, പ്രാർത്ഥനയിൽ കൂടാൻ പറ്റി. അങ്ങനെ ഇതാ കണ്ടില്ല, ഇതിലേക്ക് കയറി പോകണം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാറയൊക്കെ വഴുക്കുണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ അതൊന്നും ഇല്ല കേട്ടോ, സുഖമായിട്ട് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് പിന്നെ തൊഴാനുള്ള തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ ചെന്നുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു പറഞ്ഞു വെച്ചാൽ ആനകൂട്ട് കാണാൻ വന്ന ആൾക്കാരും ഒക്കെ കുറേ നല്ല തിരക്കുണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. അപ്പം തിരക്ക് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് കണ്ണനെ തൊഴാൻ പറ്റി. ഇത് ആനക്കുട്ടനെയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി. ആനക്കുട്ടൻ അങ്ങോട്ട് പോകാൻ നേരത്ത് എന്തൊക്കെയോ ഒച്ചപ്പാട് അവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു പോയി. എന്തൊക്കെയോ കരയുകയോ ഒച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പാപ്പാൻ അങ്ങോട്ട് 4 ഒച്ച ഇട്ടപ്പോഴേക്ക് ആന പേടിച്ചു പോയി. പിന്നെ ആന മിണ്ടാണ്ടേ പോയി. അങ്ങനെ പിന്നെ അതിനെ അങ്ങോട്ട് കൊണ്ടുപോകണേ. അപ്പോൾ നിങ്ങൾ ഈ അമ്പലത്തിൽ ആരെങ്കിലും, ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഈ അമ്പലം കാണാത്തവരുണ്ടെങ്കിൽ, അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ കേട്ടോ, ദൂരെയുള്ളവർക്കാണെങ്കിലും വണ്ടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വന്നാൽ ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കണ്ണൻ്റെ അടുത്ത് പിന്നെയും നിങ്ങൾക്ക് വരാൻ തോന്നും കേട്ടോ. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെ എനിക്ക് എങ്ങനെയായാലും നമുക്ക് കുറച്ച് പൈസയൊക്കെ എന്താ വെച്ചാൽ വണ്ടി വിളിച്ച് വരുമ്പോൾ കുറച്ച് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വരുമ്പോൾ കുറച്ച് പൈസയാവും. എന്നാലും വേണ്ടില്ല നമുക്ക് എങ്ങനെയെങ്കിലും കണ്ണൻ്റെ അടുത്ത് എത്തണം എന്ന് തോന്നിപ്പോട്ടെ. അത്രയ്ക്ക് ഭംഗിയാണ് അവിടെ. കണ്ണനെയാണെങ്കിലും ആ പരിസരം അമ്പലത്തിൻ്റെ പരിസരങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ നോക്കിക്കേ, എന്തൊരു ഭംഗിയാണെന്നറിയാം അവിടെ കാണാൻ. അവിടെ വന്നാൽ നല്ല കാറ്റും നല്ല സുഖമാണ് കേട്ടോ. അവിടെ വന്നാൽ നമുക്ക് പിന്നെ നല്ലൊരു അന്തരീക്ഷമാണ്, നമ്മുടെ മനസ്സിന് പറ്റിയ നല്ലൊരു ആശ്വാസം തരുന്നൊരു അന്തരീക്ഷമാണ്. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ആനേനെ കണ്ടില്ലേ, ഇവിടെ പുറകുവശത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അതിനെ മറ്റേ തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ പിന്നെ ആനയൂട്ടിനുള്ള ചീട്ടും പിന്നെ പാൽപ്പായസവും നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോൾ ആനയൂട്ട് എന്തായാലും എനിക്ക് നടത്താൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ടെങ്കിലും കൂടിയിട്ട് അങ്ങനെ പാൽപ്പായസമൊക്കെ വാങ്ങി ഞാൻ അവിടെ നിൽക്കുമ്പം ഈ ആനക്കുട്ടനെ ഇപ്പുറത്ത് കെട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഉണ്ട് ആന. ഈ പായസം വാങ്ങിയിട്ട് അവർ ആനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ ആനപ്പാപ്പാനോട് ചോദിച്ചു ഇതിന് പായസം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആനക്കുട്ടന് കൊടുത്തു കേട്ടോ, പായസം കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്തായാലും ആഗ്രഹം സാധിച്ചല്ലോ.
അങ്ങനെ പിന്നെ അതൊക്കെ കൊടുത്തു. പിന്നെ അവിടെ കുറേ ഷൂട്ടിങ് അല്ല അത് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാനും ചേച്ചിയും കൂടി താഴത്തേക്ക് ഇറങ്ങി വന്ന് അപ്പോൾ അവിടെ ചോറുണ്ടായിരുന്നു, ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു നേർച്ചയായിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ പോയി ചോറ് കഴിച്ചു. ചോറിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ അതൊക്കെ മോശമല്ലേ, നമ്മൾ ചോറ് തിന്നാൻ പോയിരിക്കുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ നിൽക്കണം. എനിക്ക് അങ്ങനെ ഒരു ചമ്മലുണ്ട് കേട്ടോ എല്ലാ ആൾക്കാരുടെ ഇടയിൽ വല്ലാണ്ട് അങ്ങോട്ട് ഇതാക്കുമ്പോഴേക്ക്. പിന്നെ അവിടെ നിന്നൊക്കെ ആൾക്കാരാണെങ്കിലും പറയും നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കും യൂട്യൂബേഴ്സ് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തൊരു മാതിരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാനില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടായിരുന്നു കേട്ടോ, ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് ചെന്നേണ്ടത് എല്ലാവരും കിട്ടിയ പോലെ ഞങ്ങൾക്ക് പായസം കിട്ടി, പിന്നെ പ്രസാദം കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇതാ കണ്ടില്ലേ ഫോട്ടോഷൂട്ട്. ഇവിടെയൊക്കെ നല്ല നല്ല സ്ഥലമാണ് കേട്ടോ, ഫോട്ടോ എടുക്കാനൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാണ്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ തോന്നില്ല, അത്രയ്ക്ക് നല്ല. ഒന്നിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വന്നാൽ വേനലിലൊക്കെ വരണം കേട്ടോ, എന്നാൽ പിന്നെ മഴേനൊന്നും പേടിക്കണ്ടല്ലോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് അമ്പലത്തിൻ്റെ മുറ്റത്തു നിന്നാണ് കേട്ടോ എടുത്ത്. താഴത്തേക്കുള്ളൊരു വ്യൂ കണ്ടോ നിങ്ങൾ, കണ്ടില്ലേ? അവിടെ നിന്ന് താഴത്തുനിന്ന് കയറി വരണം കേട്ടോ. അപ്പോൾ എത്രത്തോളം മുകളിലാണ് അമ്പലം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്ര മുകളിലാണ് നമ്മൾ പാറ കയറി വരുന്നത്. പക്ഷെ നമുക്ക് ഒന്നും അങ്ങനത്തെ ക്ഷീണമൊന്നും അറിയില്ല കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ പാറയിൽ കൂടി ആണെങ്കിലും കൂടിയിട്ട് എത്ര വയസ്സായ ആൾക്കാരാണെന്നറിയോ വരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ആ ചേച്ചി അവിടെ ചോറ് തിന്നാൻ, ചേച്ചി കുറച്ച് നേരം വൈകിപ്പോയി. അപ്പം ഞാനവിടെ ചേച്ചീനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ ഞാനൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞ്. മറ്റവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കൂടി പല പോസിലും ഇതിലൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആരും ഇല്ലാണ്ടായി പോയി. അങ്ങനെ പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ചേച്ചീനെ വിളിച്ച് ഞങ്ങൾ വല്ല താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പം പിന്നെ ഇതൊക്കെ അവിടെ ഉള്ള ഓരോ സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോകണല്ലോ. അപ്പം ഓട്ടോറിക്ഷ വിളിച്ചിട്ടില്ല, ഇനി എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ചേച്ചി പറഞ്ഞു നമുക്ക് നോക്കുക എന്തെങ്കിലും വണ്ടി കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് പതുക്കെ താഴത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞാൽ ഓക്കെ നമുക്ക് നടക്കാം ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുമ്പോൾ അവിടുന്ന് അമ്പലത്തിൻ്റെതായിട്ടൊരു ജീപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് പൈസ കൊടുക്കണം. അപ്പോൾ എന്നാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നോക്കുമ്പോൾ ഈ ഫ്രണ്ട് ഡ്രൈവറെ അടുത്ത് 2 ആൾക്കുള്ള ഒഴിവ്, ബാക്കി ബേക്ക് വശം ഫുള്ള് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മോൻ പറഞ്ഞെന്നാൽ ചേച്ചി കയറിക്ക് താഴത്തിറങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾക്കായിട്ട് എടുത്തു വെച്ച പോലെ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 ആളും അതിൽ കയറി. അങ്ങനെ ഞങ്ങൾ നേരെ തിരുവമ്പാടി എത്തി. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.